നടത്തിയിട്ടുണ്ട് 2019. അതോടൊപ്പം തന്നെ 2023 പരമ്പരാഗത പാരിസ്ഥിതിക വിജ്ഞാനം ഇങ്ങനെ ഒരു ഇന്റേണലായിട്ടുള്ള പരിശോധനയാണ് നടത്തിയത് എന്നതുകൊണ്ട് സംശയമുണ്ട്. അതുകൊണ്ട് ഏകപക്ഷീയമായി അത് പോയി ചില ധാരണകളോടെയാണ് ഇതിൻ്റെ അന്വേഷണം നടത്തിയിട്ടുള്ളത്, ആവശ്യമായ ഉപാദാനങ്ങൾ ശേഖരിച്ചിട്ടില്ല എന്ന രീതിയിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ വരാമെന്നിരിക്കെ ഇന്നത്തെ സിൻഡിക്കേറ്റ്, ഇന്നത്തെ നിർവാഹക സമിതി മറ്റൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അതൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അതായത് റിട്ടയർ ജില്ലാ ജഡ്ജിയെ കൊണ്ട് ഈ വിവരം മുഴുവൻ കൃത്യമായി അന്വേഷിക്കാനും അതിൻ്റെ റിപ്പോർട്ട് നേടാനും സാധിച്ചിട്ടുണ്ട്. ഇത് ഏത് അന്വേഷണത്തെയും സർവകലാശാല സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടേതായ ഒരു നിലപാടാണ് ഇന്ന് എടുത്തിരിക്കുന്നത്, നിർവാഹക സമിതി എടുത്തിരിക്കുന്നത്. ഏത് അന്വേഷണത്തെയും നേരിടാൻ സർവകലാശാല സജ്ജമാണ്, സന്നദ്ധമാണ്. ഞങ്ങൾക്ക് ഒന്നും ഒളിക്കാനില്ല, ഒന്നും മറയ്ക്കാനില്ല. കാരണം അത്ര സുതാര്യമാണ്. എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആർക്കും എപ്പോൾ വേണമെങ്കിലും അന്വേഷിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതേ നിമിഷം വരെ ആ കുട്ടിയെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു സർവകലാശാലയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ കുട്ടിയുടെ ഇനിയുള്ള ഗവേഷണത്തിനും സർവകലാശാലയുടെ ചട്ടമനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.